ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തില് കിട്ടുന്ന മുതല് അതേപോലെ നമ്മളുടെ വീട്ടിലെത്തിക്കാൻ പറ്റുന്നില്ല. മഴ എപ്പോഴും പെയ്യണമല്ലോ. മഴ ഉണ്ടെങ്കിലോ കടലിൽ നിന്ന് മീൻ വെള്ളത്തുള്ളൂ. അതിന് നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു പ്രശ്നം. നമസ്കാരം. സംസ്ഥാനത്ത് മഴ ശക്തമാകുകയാണ്. പലയിടങ്ങളിലും പ്രളയ സാധ്യതകളും പ്രളയ സാഹചര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രളയമോ ഉരുൾപൊട്ടലോ അങ്ങനെ എന്ത് ദുരന്ത സാഹചര്യം ഉണ്ടായാലും അവിടെ സഹായം എന്നുള്ള രീതിയിൽ ആദ്യം ഓടിയെത്തുന്നത് മത്സ്യത്തൊഴിലാളികളാണ്, തീരദേശത്തുള്ള മനുഷ്യരാണ്. പക്ഷേ അത്തരക്കാർക്ക് എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം കടൽ കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. അവരെ പലപ്പോഴും പലരും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതുമാണ് വസ്തുത. നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിൽ എപ്പോഴും തീ തിന്നുന്ന ചില മനുഷ്യരുള്ള നാട്ടിലാണ്, മുതലപ്പൊഴി. ആ പേര് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലതവണ ഉപജീവനത്തിന് വേണ്ടി മത്സ്യബന്ധനത്തിനായി വള്ളത്തിൽ പോകുന്ന ആളുകൾ മുതലപ്പൊഴിയിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടത് കൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലപ്പൊഴിക്ക് സമീപത്താണ്. ഇവിടെയുള്ള ആശങ്കകൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ചേട്ടാ, ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്ത് തന്നെ വീട്. നമ്മള് കടലിൽ പോയാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ കടലിന്റെ ക്ഷോഭം കൊണ്ട് ഞങ്ങളുടെ വീടൊക്കെ ബുദ്ധിമുട്ടായി. കാരണം നമ്മുടെ പണി സാധനങ്ങൾ പോലും കടല് എടുത്തോണ്ട് പോണ്. കാരണം എന്താ പറയുക, നമ്മളിപ്പോ വലയടിച്ചാൽ തന്നെ ഓവറായിട്ടുള്ള ഒഴുക്കുകളും പിന്നെ ആണെങ്കിൽ കടലിലെ ഭിത്തികൾ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണോ എവിടെ നിന്നാണോ അങ്ങനെ ഇട്ടിട്ടുള്ളതിന്റെ പേര് വലകളൊക്കെ കീറി ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ ഈ പറയുന്നത് പോലെ മുതലപ്പൊഴിയിലെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പഠനങ്ങൾ നടക്കുന്നുണ്ട്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത്തരമൊരു നീക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്, എങ്ങനെ അത് കറക്റ്റ് ആവണില്ല. ഇപ്പൊ തന്നെ ഞാൻ നിൽക്കുന്നിടത്ത് നല്ലോണം മുട്ടിട്ട് വന്നെന്ന് പറഞ്ഞത് ഇത് കണ്ടില്ലേ, ഈ ഒരു ജാളി തന്നെ നോക്ക്. അതുപോലെ ഇട്ടത് ഇതുപോലെ കടൽ കയറുമ്പോ എടുത്തോണ്ട് പോകണം. അന്നേരം അത് സേഫ്റ്റി ആയിട്ട് ചെയ്യണില്ല. ഇപ്പം 10, 30, 40 ലക്ഷം രൂപ 60 ലക്ഷം രൂപയ്ക്കാണ് ഒരു വല വലിഞ്ഞിറക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് അടിക്ക് തന്നെ ഈ കല്ലിലോ എവിടെയെങ്കിലും അന്നേരം ഉള്ളിൽ കിടക്കുന്ന സിമന്റ് കട്ടകളെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെന്ന് വന്ന് അങ്ങനെ അതിനകത്ത് അല്ലെങ്കിൽ കക്ക പിടിച്ച് ഇതെങ്ങനെയാലും ഇച്ചിരി മീനുമായിട്ട് കയറി വരുമ്പോൾ മുതലപ്പൊഴി വരുമ്പോഴത്തേക്ക് കടൽ കയറി ആ വള്ളം അടിച്ച് നശിപ്പിച്ച് മീനും പോയി എല്ലാം പോകും. 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ മീനങ്ങ് പോകും, ആളും ചാവുക. ഇപ്പൊ തന്നെ രാത്രി പോയി, ശരിയാണ്, അത് തെറ്റാണ്, അത് അവര് പോയത്. അങ്ങനെ അവര് പോയിട്ട് തിരിച്ച് കയറുമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ കടൽ വന്നിട്ട് നശിപ്പിച്ചത്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ 2 മക്കളുണ്ട്. എനിക്കാണെങ്കിൽ വീട് പോലും ഇല്ല, മനസ്സിലായ. വീടുണ്ട്, ഇങ്ങനെ അത് വളരെ കഷ്ടതയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. ജോലിയിൽ എന്ന് പറഞ്ഞാൽ മീൻ കിട്ടി വരുമ്പോ മീനും കൊണ്ട് കയറുമ്പം അവിടെ കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്ത് പഠനം നടത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുടുംബം പട്ടിണിയാവുക. ഈ മുതലപ്പൊഴിയിലെ ശരിക്കും എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം? അത് അതിനകത്ത് എന്തോ മെയിൻ്റെനൻസ് ഇല്ല. അതിനകത്ത് ഉള്ള പണിയില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊല്ല ഹാർബർ ഉണ്ട്, അഴീക്കൽ ഹാർബർ ഉണ്ട്, വിഴിഞ്ഞ ഹാർബർ ഉണ്ട്. അവിടെ എങ്ങും ഈ ഒരു ശല്യം ഇല്ല. ഇവിടെ മാത്രം എന്ത് അത് ചെയ്വനയുടെ കുഴപ്പമാണോ എന്ന് നമുക്കറിയത്തില്ല. എത്ര ഇപ്പൊ തന്നെ 5 പേര് പോയില്ലേ. കാരണം അന്ന് പോണ സമയത്ത് ഞാൻ എന്റെ വള്ളത്തിൽ ഇരിപ്പുണ്ട്. ഞാനിവിടെ പൂത്രയുള്ള ജീസസ് എന്ന വള്ളത്തിലാണ് പോണത്. ഞങ്ങൾ പോയപ്പം അത് തന്നെ കടലിലാണെങ്കിൽ പന്നിയുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുക, ഡോൾഫിന്റെ. അന്ന് തന്നെ ഞങ്ങളുടെ വലയിലാണെങ്കിൽ ശരിക്കും മീൻ കയറി. ജീസസിന് തലേന്ന് ദിവസമാണ് 2 വല അടിച്ച് 2 വലയിലും ഞങ്ങൾക്ക് ഫുള്ള് മീൻ കിട്ടി. പിറ്റേന്ന് അടിച്ചപ്പോ മീൻ കയറിയത് മൊത്തം ഡോൾഫിൻ വന്ന് ഒരു 10-15 എണ്ണം കാണുമായിരിക്കും. എല്ലാം മലയുടെ 4 വശത്തോടെ കടിച്ചു കയറി കൊണ്ടുപോയി. ഏറ്റവും എടുക്കുക അന്നത്തെ ദിവസം പിന്നെ നമ്മൾ പണിക്കേ പോയില്ല. എത്ര രൂപയുടെ വല വാങ്ങിയാണെന്നറിയാം. ഇപ്പൊ അത് സെറ്റ് ചെയ്ത് പോകാൻ നോക്കിയപ്പോഴാണ് വിളി വരുന്നത്, ഇങ്ങനെ കടല് ക്ഷോഭമാണ്, അതുകൊണ്ട് നമ്മൾ പോയില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്ന് പറഞ്ഞാൽ ഒരു സൂചി മോനയിൽ നിൽക്കുന്നവരണക്കാണ് ജീവിതം പോണത്. കാരണം എന്താ പറയുക, ഇവിടെ എങ്ങനെയാലും കടലിൽ കിടന്ന് വെള്ളം കുടിച്ചാലും എങ്ങനെയാലും പിടിച്ചെടുക്കണതിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിന് സാമ്പത്തികപരമായിട്ട് വളരാൻ പറ്റുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ഇവിടുത്തെ ഒരു സാഹചര്യം? മഴയില് അതിനകത്തൊന്നും കാര്യമില്ല. മഴയ്ക്ക് ഒരു പ്രശ്നം ഒതുക്കണില്ല. മഴ എപ്പോഴും പെയ്യണമല്ലോ. മഴ ഉണ്ടെങ്കിലോ കടലിൽ നിന്ന് മീൻ വെള്ളത്തുള്ളൂ. അതിന് നമുക്ക് കുഴപ്പമില്ല. ഈ ഒരു പ്രശ്നം, ഈ കിട്ടുന്ന മുതല് അത് വേണ്ട രീതി ചെയ്ത് നമ്മുടെ കുടുംബങ്ങളിൽ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ മുതലപ്പൊഴിയെ കുറിച്ച്, മനസ്സിലായേ? പഠനങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ഉറപ്പായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നില്ലേ.
നമുക്കിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി പോണേ കാശ് വേണം. കാശുണ്ടെങ്കിലേ പറ്റും. നമ്മൾ പോയി വെളുപ്പിലെ 3 മണിക്ക് പോയി രാത്രി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വള്ളം മീൻ കിട്ടുന്നത്. ആ മീനും കൊണ്ട് ഓടി കയറുമ്പോ അത് അതേപോലെ എടുത്ത് നശിപ്പിച്ച് ജീവൻ പോലും ബലിയർപ്പിക്കല്ലേ. അതിനകത്ത് തെറ്റാ ശരിയാ. നമ്മൾ ചെയ്യുമ്പോ അതിൻ്റെതായ ഒരു രീതി ചെയ്താൽ നല്ലോണം നടക്കും. നിർമ്മാണത്തിലുള്ള ശാസ്ത്രീയ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? അല്ലാതെ ഇങ്ങനെ ഒരു വരുവോ? ഇപ്പൊ തന്നെ ഇവിടെ തന്നെ നോക്ക്, ആശമതി ഇല്ല കല്ലിട്ടത് കറക്റ്റായി. കുറച്ചൊക്കെ കണ്ടില്ലേ, അവിടെ മുട്ടിട്ടത് കറക്റ്റ് അടുക്കി. ഇത് നോക്ക്, ഇത് മൊത്തം ഇടിഞ്ഞു പോയില്ലേ, കടല് കൊണ്ടുപോയില്ലേ, കണ്ടില്ലേ? ഏകദേശം എത്ര കാലമായിട്ടുണ്ടാവും? ഇതിപ്പോ 1 വർഷം ആവുന്നുള്ളു. അല്ല, ഇതിപ്പോ കുറച്ച് ദിവസം ആയുള്ളൂ. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കും അവർക്ക് വീണ്ടും പണിയണമെങ്കിൽ കടല് മാറണ്ടേ? ഈ കടല് സമയത്തല്ലാതെ ഇത് ചെയ്യേണ്ടത്. കാരണം അത് നല്ല രീതിയിൽ ക്രമീകരിച്ച് പണിക്കാരുടെ കുഴപ്പമാണോ ആരുടെ കുഴപ്പമാണ്? ഇപ്പൊ ഞങ്ങളുടെ ജീവനല്ലേ പോണത്. എനിക്ക് 2 കുഞ്ഞുമക്കളാ. ആ മക്കൾക്ക് ആഹാരം കൊടുക്കണ്ടേ? ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തില് നിറയെ കിട്ടുന്ന മുതല് അതേപോലെ നമ്മളുടെ വീട്ടിലെത്തിക്കാൻ പറ്റുന്നില്ല. പിന്നീടാണ് നമ്മൾ അറിയണത് ഇങ്ങനെ കടലുണ്ടാവുന്നത്. അങ്ങനെ 9 മണിയാകുമ്പോ അവര് തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വന്ന് കയറാൻ വരത്താണ് അപ്പൊ തന്നെ ഈ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇപ്പൊ എത്ര ജീവനാ പോയത്. എനിക്ക് പിന്നെ പേടിയില്ല. കാരണം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്ന ജീവന ദൈവം എടുക്കട്ടെ. എങ്കിലും ഇങ്ങനെ ഈ ഒരു കുടുംബം നശിച്ചു പോവല്ലേ. അവർക്കിനി എന്തെങ്കിലുമൊക്കെ സർക്കാരിൽ നിന്ന് കൊടുത്താൽ മക്കളുടെ വിദ്യാഭ്യാസമോ അവർക്ക് ഭവനം ഇല്ലെങ്കിൽ ഭവനം കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം ഇതാണ്. അല്ല നമുക്കിപ്പോ അവർക്ക് വലിയ സാമ്പത്തികം കൊടുത്ത് ജയിപ്പിക്കണമെന്നല്ല. 1 കോടി 2 കോടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവർക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അന്നേരം ഈ ഒരു രൂപയ്ക്ക് വേണ്ടി ഇതിങ്ങനെ കാട്ടിക്കൂട്ടരുത്. തെറ്റായിട്ട് എന്നെ കണ്ട് അത് മനസ്സിലാക്കി ചെയ്യണം. കഴിവുള്ളതിനെ കൊണ്ട് ചെയ്യിക്കുക, കഴിവില്ലാത്തതിനെ മാറ്റി നിർത്തുക. വചനം തന്നെ പറയുന്നുണ്ട്, കാലില്ലാത്തതിന് കടലില് നദി അക്കരെ കടത്തി കൊടുക്കണം, കൈയില്ലാത്തതിന് വാരി കൊടുക്കണം. ഇതിപ്പോ അതും ഇല്ല ഇതും ഇല്ല. അവന്റെ കുടുംബം അനാഥമായി. ഞാൻ മക്കളുടെ പഠിത്തമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയ അതാണ് ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. കാരണം ആരെയും കുറ്റം പറയല്ല. അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്യേണ്ട കണക്ക് പ്രകാരം ചെയ്താല് മരുന്നായാലും ഒരാൾക്ക് കുത്തിവെക്കുമ്പോ ഒരു കണക്കിനല്ല കുത്തിവെക്കത്തുള്ളൂ. ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് പാറ ഇറക്കിയിട്ട് ഉണ്ടാക്കി കാണിച്ചതാണ് ഏറ്റവും വലിയ തെറ്റായി മാറിയത്. അല്ലാതെ ഇതിനകത്തൊന്നുമില്ല. അപ്പൊ തന്നെ ഇത് തന്നെ ചെയ്തതായതുകൊണ്ടാ കഴിഞ്ഞ കപ്പൽ മറിഞ്ഞതിന്റെ അന്നാണ് ഇതെല്ലാം ഇടിഞ്ഞു പോയത്. അത്രയും കടലായിരുന്നു. അതുകൊണ്ട് അത് കണ്ടില്ല, അതിപ്പം ചെയ്തത് അത് ഒരു വട്ടം വൃത്തിയായിട്ടാ ചെയ്തിരിക്കുന്നത്. ആ മലപ്പുഴയിൽ തന്നെ ഉണ്ടല്ലോ, അവിടെ ഇപ്പൊ മാറ്റുന്നില്ലേ. ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് ഈ കടൽ പണിക്കാർക്കുണ്ടാകുന്നത്. എത്ര ലക്ഷം രൂപയാണെന്നറിയാം ഒരു വള്ളം നമ്മൾ പണിഞ്ഞിറക്കി കൊണ്ടുവരുന്ന വലയും കെട്ടി. ഒരു വലയ്ക്ക് തന്നെ 30-40 ലക്ഷം രൂപയാ. വിഴിഞ്ഞത്തില്ല ഹാർബർ, നമ്മള് കൊല്ലത്തുള്ളതാണ്. നമ്മള് പണിക്ക് വരുന്നതാണ് ഇവിടെ. അന്നേരം ഈ പണിക്ക് വരുന്നത് നമുക്ക് ഇത്രയും വലിയ അടി കിട്ടുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായില്ലേ. എനിക്ക് തന്നെ 2 മക്കള്, ഒരാൾ 9 പഠിക്കണം, ഒരാൾ 10 പഠിക്കണം, ഒരു പെണ്ണും ഒരാണും. ആ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി നമ്മളീ കിടന്ന് പാടുവിടുന്നത്. ഈ ആഴ്ച ഇനിയിപ്പോ ഒന്നുമില്ലേ, കഴിഞ്ഞ ആഴ്ച കിട്ടിയതെല്ലാം വലയിൽ പോയില്ലേ. ഒരിടത്ത് ഡോൾഫിന്റെ ഇത്, ഒരിടത്ത് പൊഴിയില്ല സങ്കടം. വലിയ മീനൊക്കെ ആയിട്ട് കയറി വരുമ്പോ വള്ളം എടുത്ത് അടിച്ച് മറിച്ച് വള്ളമെല്ലാം അടിച്ച് പൊട്ടിച്ച് കളയുമല്ലേ. മനുഷ്യൻ അടിച്ചാൽ അത്രയ്ക്ക് ഇത്രേ വരും. ഈ കല്ലിൽ കൊണ്ടുവന്ന് ഇടിച്ച് ആ ജീവനെയല്ലേ എടുത്ത് കളയുന്നത്. ഇപ്പൊ തന്നെ 2 പൊടി മക്കളുണ്ട് ഒരുത്തന്, ഇപ്പൊ മരിച്ച കൂട്ടത്തില്. അതൊക്കെ ഓർക്കുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്താ പറഞ്ഞാൽ നാളെ എന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ. അല്ല, നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ആരും നമ്മൾ കുറ്റം പറയുകയല്ല, ചെയ്യുന്നത് വൃത്തിയായിട്ട്. കഴിഞ്ഞ ഗവൺമെന്റിനൊക്കെ ഇത് വളരെയധികം വിഷമിപ്പിച്ച കാര്യം ഇത്. അവരുടെയൊക്കെ വെറുതെ ഉള്ള ഒരു കളികളിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ വരുമോ? ജീവിതം ജീവിച്ച് തീരാൻ, അത് ജീവിച്ച് തീരാൻ മനുഷ്യ സമ്മതിക്കണില്ല. മേലിലിരിക്കുന്ന നേതാക്കന്മാരുടെ ഏറ്റവും വലിയ തെറ്റാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ പണത്തോടുള്ള ആസക്തി. അസമയം നമുക്ക് അങ്ങനൊന്നും അല്ല. നമുക്ക് 1 രൂപ ഇട്ടാണ് 3 രൂപ അടുത്തേക്കണതിന് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യണത്. ഇപ്പൊ തന്നെ ഈ വീട് തന്നെ കണ്ടില്ലേ,
അതിന് അവർക്ക് അതാണെങ്കിലും കുഴപ്പമില്ല. അവർക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പറ്റുമോ? സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആഹാരം കഴിക്കാനും മരുന്നുകൾ വാങ്ങാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇതൊന്നും സംഭവിക്കത്തില്ല. കാരണം നമ്മൾ പോയി കഷ്ടപ്പെടുന്ന ഇരുട്ടോളൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് വരുന്നത് ദാ അടക്കണം. ഇതാണ് എപ്പോഴും മുതലപ്പുഴക്കാർക്ക് പറയാനുള്ള കാര്യം. അതായത് നമുക്കറിയാം അവിടെ ഒരു ബണ്ട് പോലെയുണ്ട്. അപ്പോൾ അവിടെയുള്ള നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയോ എന്താണ് എന്നത് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതേക്കുറിച്ചുള്ള പഠനങ്ങളും സർക്കാരിനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു പ്രശ്നം പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം മുതലപ്പുഴി എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു വശത്ത് കായലും ഒരു വശത്ത് കടലുമാണ്. സ്വാഭാവികമായിട്ടും കായലിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു ഭാഗത്താണ് അപകടങ്ങൾ ഉണ്ടാകാറുള്ളത്. വെള്ളത്തിന്റെ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന് ഒരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് എങ്കിലും അത് എങ്ങനെ ഇനി പരിഹരിക്കാം എന്നതിനെ കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പഠനം ഇതുവരെ വന്നിട്ടില്ല. ഡ്രഡ്ജിംഗ് ആണ് ഇതിന് ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗം എന്ന് പറയുമ്പോഴും ഡ്രഡ്ജിംഗ് നടത്തിയ സമയത്ത് പോലും ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അവിടെ മറ്റൊരു മാർഗം എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോഴാണ് ഇത്തരമുള്ള ആശങ്കകളൊക്കെ കൂടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇന്നും ഇവർക്ക് ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മുതലപ്പുഴക്കാർ പറയുന്നത്.